വി ഡി സതീശൻ എന്ത് ചെയ്തിട്ടാണെന്ന്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പലപ്പോഴും വി ഡി സതീശൻ്റെ അനുകൂലികളായിട്ടുള്ളവർ പറയുന്നത് രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പ്രഖ്യാപിച്ചത് സതീശനാണ്. 100-ൽ പരം സീറ്റ് കിട്ടുമെന്ന് സതീശൻ പറഞ്ഞു. വേറെ സതീശൻ എന്തെങ്കിലും പ്രതിപക്ഷത്തിരുന്ന് ചെയ്തതായിട്ട് ഇവർക്ക് പറയാനും കഴിയുന്നില്ല. അല്ലേ, ഈ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്നത് എന്ത് മഹാകാര്യം. ഞാൻ മീശ പഠിക്കും, ഞാൻ മുട്ടയടിക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെയാണ് ഈ വനവാസത്തിന് പോകുന്നത്. അന്ന് തന്നെ തലയ്ക്ക് വെളിവുള്ള രാഷ്ട്രീയക്കാർ, അതും പ്രതിപക്ഷത്തുള്ളവർ, മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ പോലും പറഞ്ഞു, സതീശ ഇങ്ങനെയൊക്കെ പറയരുത്, ഒരു തെരഞ്ഞെടുപ്പ് അത് വെച്ച് ഞാൻ വനവാസത്തിന് പോകും. നിങ്ങൾ എവിടെ പോകാൻ പോകുന്നു? നിങ്ങളിവിടെ നിൽക്കുക, കാട്ടിലൊന്നും പോകണ്ട, വല്ല പുലിയും പിടിക്കും നിങ്ങളെ, ഇവിടെ നിൽക്കുന്നു. അന്ന് തന്നെ പലരും ഉപദേശിച്ചതാണ്, ഇങ്ങനെ ആവേശം കയറിയിട്ട് ഇങ്ങനെയൊന്നും പറയരുത്, വനവാസത്തിന് പോകും. അത് പറഞ്ഞതുകൊണ്ട് ജനം ഉടനെ ഇങ്ങനെ വനവാസത്തിന് പൊക്കളയുമല്ലോ പാവം, എന്നാൽ പിന്നെ ഇങ്ങനെ വോട്ട് ചെയ്യാം, അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്തെന്ന് ആരെങ്കിലും ആർഗ്യൂ ചെയ്താൽ ഇവരൊക്കെ ഏത് മൂഢസ്വർഗത്തിലാണ് എനിക്ക് മനസ്സിലാവണില്ല. വി ഡി സതീശൻ വനവാസത്തിന് പോകുമെന്ന് ഭയന്നിട്ട് മോഹൻദാസും വായിജത്തും ഒക്കെ കൂടെ പോയി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു. അങ്ങനെ കാട്ടിപ്പൊക്കളയുമല്ലോ പാവം, നാട്ടിൽ നിൽക്കട്ടെ. മണ്ടത്തരം. അതൊന്നും ശരിയല്ല. വി ഡി സതീശനെ പ്രസംഗിക്കാൻ വേറെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിൽ ആരെങ്കിലും ക്ഷണിക്കുകയുണ്ടായോ? അതുപോലുമില്ല. എല്ലാവരും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബിസിയായിരുന്നു. ഈവൻ രമേശ് ചെന്നിത്തല പോലും ഹരിപ്പാട് വല്ലാതെ വേർത്തു. ഇയാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, സന്ദീപ് വാചസ്പതിയുടെ പെർഫോമൻസ് പേടിപ്പിക്കുന്ന പെർഫോമൻസായിരുന്നു. അത് വോട്ടായിട്ട് റിഫ്ലക്റ്റ് ചെയ്തില്ല വേറെ കാര്യം. ബട്ട് ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് സന്ദീപ് വാചസ്പതി വിറപ്പിച്ചു രമേശ് ചെന്നിത്തലയെ. അതായിരുന്നു ഓരോ സ്ഥലത്തും നടന്നത്, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും. അതുകൊണ്ട് സതീശന് വടക്കമ്പുറം വിട്ട് പോകാൻ പറ്റിയില്ല, അവിടെ തന്നെയായിരുന്നു. ഇത്ര വലിയ ദൈവമായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കാൻ വിളിക്കില്ല. ഇമാജിൻ വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അല്ല, അങ്ങനെ കേരളം മൊത്തം ഒരു സ്റ്റാറായിരുന്നു. വെദർ വി ലൈക്ക് ഹിം ഓർ നോട്ട്. ആ മനുഷ്യൻ്റെ പ്രസംഗവും ക്യാമ്പയിനും എല്ലാവരും ആഗ്രഹിച്ചു. വി എസ് വരാത്ത സ്ഥലത്ത് വി എസിൻ്റെ ഫോട്ടോ വെച്ചു, ഫ്ലക്സ് വെച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു. ആ വി എസ് ആണ് താനെന്ന് വി ഡി സതീശൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നിട്ട് വി എസിന് വേണ്ടി പണ്ട് ആൾക്കാർ നിരത്തിലിറങ്ങി, എനിക്ക് വേണ്ടി ഇപ്പോൾ താൻ നിരത്തിലിറങ്ങി. അന്ന് അച്യുതാനന്ദന് സീറ്റ് കിട്ടി, ഇന്ന് തന്നെ മുഖ്യമന്ത്രിയാക്കുക. ഈ ഇക്വേഷൻ ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് സാർ. അതന്ന് വി എസിന് വേണ്ടിയിട്ട് അങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ വി എസിൻ്റെ പ്രായം, വി എസിൻ്റെ മറ്റ് രീതിയിലുള്ള കഴിവുകളില്ല. വി എസിൻ്റെ പ്രായം മാനിച്ച് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ വഴങ്ങിക്കൊടുത്തതാണ്. അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രിൻസിപ്പിൾ വെച്ചിട്ട് അവരാ തീരുമാനം മാറ്റിയില്ല. കം വാട്ട് മേ, തോറ്റുപോകും, അത്രയല്ലേ ഉള്ളൂ, കണ്ടോളാം, ഇങ്ങനെ പറയുള്ളൂ. ബട്ട് ഇദ്ദേഹത്തിൻ്റെ ഏജ്, ഇപ്പോഴും കൂടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് വി എസിന് 5 വയസ്സ് കൂടെ ആകും. ലെറ്റസ് റിവേഴ്സ് ദിസ് ഡിസിഷൻ. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതൊരു സഹതാപ തീരുമാനമായിരുന്നു, അല്ലാതെ വി എസിൻ്റെ ബലത്തിന് മുമ്പിൽ പാർട്ടി കീഴടങ്ങിയതൊന്നുമല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ വി ഡി സതീശൻ വി എസ് ആവാൻ ശ്രമിക്കുന്നു, ദയനീയമായിട്ട് പരാജയപ്പെടുന്നു.